സൂപ്പർ ഫിലിം. അതെ അതെ, ഞങ്ങൾ ലെവൽ ക്രോസ് ചെയ്തപ്പോൾ മാർട്ടിൻ ഉണ്ടായിരുന്നു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്. സോ വെരി വെരി ഹാപ്പി ഫോർ ഹിം. നന്നായി ചെയ്തിട്ടുണ്ട്, അടിപൊളി. എല്ലാവരുടെയും പെർഫോമൻസ് നല്ലതാണ്. ഗുഡ് ഫിലിം. അങ്ങനെ എനിക്ക് പറയാൻ അറിയില്ല. നല്ല പടമാണ്, അടിപൊളി പടമാണ്. നല്ല ട്വിസ്റ്റ് ഉണ്ട്, എന്റർടൈനിങ് ആണ്, ഒട്ടും ബോറടിച്ചില്ല. ഒരു ഡാം നൈസ് ഫിലിം. താങ്ക് യു. ബൈ. സന്തോഷം, നല്ല റെസ്പോൺസാണെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക. ഭയങ്കര സന്തോഷം. ആദ്യത്തെ സിനിമയുടെ എക്സൈറ്റ്മെൻറ്റിലാണ്. നല്ല സിനിമയാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാൻ ശ്രമിക്കുക. ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം. പോലീസ് സ്റ്റോറി എടുത്തതിന് ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിലാണല്ലോ എടുത്തേക്കുന്നത്. ജോണർ എന്ന് പറയുമ്പോൾ വേറെ സ്റ്റൈലിലാണ് പടം ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ ഉള്ളിൽ പോലീസിൻ്റെ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ കേസ് അന്വേഷണം കാണിക്കുന്നുണ്ട്. അതിൻ്റെ സമാന്തരമായിട്ട് തന്നെ വേറൊരു അന്വേഷണം കാണിക്കുന്നു. അങ്ങനെ ഒരു ജോണർ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തായിരുന്നു ശരിക്കും? സ്ക്രിപ്റ്റ് തന്നെ. എൻ്റെ കഥ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ ലൈൻ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ്, അല്ലാതെ ഇത് തന്നെ തിരഞ്ഞെടുക്കണം എന്ന് ഓർത്ത് തിരഞ്ഞെടുത്തതല്ല. അല്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക. എല്ലാവരും ഷെയർ ചെയ്യുക. കണ്ടവരെല്ലാം എല്ലാവരും ഷെയർ ചെയ്യുക. സന്തോഷം. സാർ ഹാപ്പി ആയിരുന്നു, സാർ ഓക്കെ ആയിരുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു. പിന്നെ ഞങ്ങളെല്ലാവരും വന്ന് കാണണം. ഷെയ്നിൻ്റെ ഒരു എന്താ പറയുക, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പോലീസ് വേഷം. എനിക്ക് തോന്നുന്നില്ല ഷെയ്ൻ ഇങ്ങനത്തെ ഒരു പോലീസ് ക്യാരക്ടർ വേറൊരു പടത്തിലും അങ്ങനെ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ക്യാരക്ടറും പടവും എല്ലാം ഇഷ്ടപ്പെട്ടു. നിങ്ങളാരെങ്കിലും കണ്ടോ? പടം കണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഓക്കെ. അപ്പോൾ ആ സർപ്രൈസ് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാനും വിചാരിക്കുന്നു. ഓക്കെ. സംവിധായകൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തില്ലേ? താങ്ക് യു. അതെ, നമ്മളല്ല പറയുന്നത്, ഇനി കണ്ടിട്ട് ആളുകളാണ് പറയേണ്ടത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഞങ്ങളല്ലോ പറയണ്ടേ. എല്ലാവരും നല്ല റെസ്പോൺസ് ആണ് പറയുന്നത്. താങ്ക് യു സോ മച്ച്. എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പോലീസ് ക്യാരക്ടർ കൂടിയാണല്ലോ. ഡിഫറെൻ്റ് അല്ലേ? അത്രേ ഉള്ളൂ. അങ്ങനെയില്ല, ഒന്നാമത് നമ്മുടെ സ്വന്തം ടീമാണ്. അപ്പോൾ അവർ ഞങ്ങളെ സെലക്ട് ചെയ്തതിലാണ് ഞങ്ങൾക്ക് സന്തോഷം. സ്വന്തം ടീമായതുകൊണ്ട് എപ്പോഴും വിളിക്കണമെന്നില്ലല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരിക്കലും ബോറടിക്കത്തില്ല. എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് ഒട്ടും ലാഗ് അടിക്കുന്നില്ല. നല്ല കറക്റ്റായിട്ട് പടപടയെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പം അതാണ്, അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് തോന്നിയെന്ന് തോന്നുന്നു. ഒരിടത്ത് പോലും നമുക്ക് ചിന്തിക്കാനുള്ളൊരു സമയം തരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വലിയൊരു പ്ലസ് പോയിൻ്റാണ്. എല്ലാവരും വരെ സിനിമ തിയേറ്ററിൽ വന്ന് കാണാം.